ഡോക്ടർ ജി വി ഹരി, എന്താണ് രാജ്യസഭയിൽ പ്രധാനമായും ലോക്സഭയിലുമൊക്കെ സംഭവിക്കുന്നത്? ഡോക്ടർ ലാൽ, ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കറിയാം ഈ ശീതകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭ തന്നെ മുന്നോട്ട് നയിക്കേണ്ട അല്ലെങ്കിൽ സഭ നടത്തിക്കൊണ്ട് പോകേണ്ട അതിൻ്റെ സ്പീക്കർ തന്നെ അതിനെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഭ ചർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടകരമായൊരു വസ്തുതയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് പ്രതിപക്ഷവും. അപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി ചേരുന്നതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജ്യസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അപ്പം നമ്മൾ ഈ പ്രതിപക്ഷത്തിനെ എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്തിനാണ് ഒരു രാജ്യത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദമായി മാറേണ്ടത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകളെ തിരുത്തി ആ സർക്കാരിനെ നേരായിട്ടുള്ള ദിശയിലേക്ക് നയിക്കേണ്ട പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ എവിടെയാണ് പിന്നെ നമ്മൾ സംസാരിക്കുക? ഈ പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവസരം കിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടുള്ള നോമിനേറ്റ് ചെയ്തിട്ടുള്ള രാജ്യസഭയിലായിക്കോട്ടെ ലോക്സഭയിലായിക്കോട്ടെ, ലോക്സഭയിലാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം പിമാർ, ഇവിടെയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എം പിമാരാണെങ്കിൽ പോലും അവരൊക്കെ എം പിമാരാണ്. അപ്പോൾ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്, ജനങ്ങളുടെ പാർട്ടികൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അവർ ഈ ഇരു സഭകളിലും പങ്കെടുക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇതുവരെയും കാണാത്ത തരത്തിലുള്ള, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2-3 വർഷങ്ങൾ, അതായത് 10 വർഷങ്ങൾക്ക് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ നമുക്കറിയാവുന്നതുപോലെ ഇത്ര ശതമാനം വോട്ട് നേടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതിപക്ഷം കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. അതില്ലാത്തത് കൊണ്ട് കോൺഗ്രസ് തന്നില്ല. പക്ഷേ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നും നോക്കാതെ തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ ഭരണഘടനാപരമായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ കൊടുത്തൊരു കാലഘട്ടമാണ്. ഇപ്പോൾ അത്രയും വോട്ടുകൾ നേടി അല്ലെങ്കിൽ സീറ്റുകൾ നേടി വന്നതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിജി അവിടെയുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താണ്? അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ജനാധിപത്യത്തെ ഭരിക്കുന്ന ആളുകൾ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെയും തല്ലി തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം പ്രതിപക്ഷ സംഘങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും നയിക്കുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. നമ്മൾ നോക്കൂ, പല മേഖലകൾ നേരത്തെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു ശബ്ദമാണ്. ഇന്ന് എനിക്ക് വളരെ ആശങ്ക ഉണ്ടായിരുന്നൊരു വിഷയത്തിൽ ഒരു തീരുമാനം വന്നിട്ടുള്ളത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സുപ്രീം കോടതിയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് ഈ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി സ്വീകരിക്കേണ്ട എന്ന് ഭാഗ്യത്തിന് സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറെ ആശ്വാസകരമായിട്ടൊരു കാര്യം. നമ്മളത് പലപ്പോഴും പല ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തുകൊണ്ട് പറയുണ്ടായി, ഇങ്ങനെ ഓരോ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഓരോ പള്ളികൾ ഇങ്ങനെ കുഴിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? അത് തടയേണ്ടത് ആരാണ്? അത് തടയേണ്ട സർക്കാരുകൾ തടയുന്നില്ല. ജുഡീഷ്യറിയാണ് നമുക്ക് അവസാന വിശ്വാസമുള്ളത്. ആ ജുഡീഷ്യറി തന്നെ ചില കാര്യങ്ങളിൽ ഉത്തരവ് കൊടുക്കുന്നു, കുഴപ്പമില്ല ചെയ്തോളൂ എന്ന ഉത്തരവ് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവർ പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും ഭൂരിപക്ഷ സമൂഹം ആരാണോ അവരുടെ ആഗ്രഹങ്ങൾ നടക്കും, അതിനു വേണ്ടിയിട്ടാണ് ഈ രാജ്യം എന്നാണ്. അല്ല, അങ്ങനെ അല്ലല്ലോ. നമ്മൾ പറയട്ടെ, നമ്മളിപ്പോൾ നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമുക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നൊരു സംവിധാനം ഉണ്ടാവാൻ പാടില്ലല്ലോ. അതല്ലല്ലോ, അതിനാണല്ലോ നമ്മൾക്ക് മുന്നേ കടന്നുപോയിട്ടുള്ള വലിയ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഈ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ടാണ് 400-ൽ കൂടുതൽ സീറ്റുകളുമായി അധികാരത്തിൽ ഞങ്ങൾ വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJP ഇപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മതി. നിങ്ങൾ കൂടുതൽ സൗജന്യങ്ങളും ഞങ്ങൾക്ക് തരണ്ട. ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ പ്രതിപക്ഷത്തിന് നൽകുക. അതാണ് ഒരു ഭരണപക്ഷം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.